അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലാകെ 2 ദിവസമായിട്ട് നിന്നുള്ളൂ. കാരണം ഗുരുവായൂർക്കും ഒക്കെ കുറച്ച് അമ്പലത്തേക്കൊക്കെ പോയിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മുടെ തേജാപ്പി അങ്ങോട്ടോ ആയോ പറഞ്ഞിട്ട് കുറേ ആയി വിളിക്കുന്നു, കുറേ ആയിട്ട് അങ്ങോട്ട് പോയിട്ടും. അപ്പോൾ എന്തായാലും ഞങ്ങൾ ചേച്ചിയുടെ അടുത്തേക്ക് കൂടിയും പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ തുണികളൊക്കെ തിരുമ്പിയിട്ട് മുകളിലായിട്ട് കൊണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മ അതൊക്കെ ഉണങ്ങിയപ്പെടുത്ത് കൊണ്ടുവന്ന് മടക്കിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തിട്ട് ഞാൻ ബാഗിലെടുത്ത് വയ്ക്കായിരുന്നു. പിന്നെ ഇതുപോലെ ഉപ്പിലിട്ട മാങ്ങ അച്ചാർ കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പാക്ക് ചെയ്ത് തന്നു കേട്ടോ. ഈ അരിനെല്ലിക്കൊക്കെ ഭയങ്കര ഇഷ്ടം. അവിടെയൊക്കെ മുന്നേ വീട്ടിലുള്ള സമയത്ത് ഇങ്ങനെ ഈ മരത്തുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഉണ്ടായി വരുന്നേ ഉള്ളൂ. അപ്പോൾ അത് നിലത്ത് വീഴുമ്പോൾ ഞാൻ വേഗം പോയിട്ട് പറക്കി കഴിച്ചിരുന്നു കേട്ടോ. പിന്നെ അത് കുറേ കിട്ടിയപ്പോൾ അമ്മ അത് ഉപ്പിലിട്ടിട്ടേക്ക് തന്നയച്ചു. അതവിടെ ഉണ്ട്, ഇവിടെ വെച്ചോ, ഇവിടെ വെച്ചോ. ആ വീട്ടിലുണ്ട്, ഞാൻ ഇന്നാള് ഈ അടുത്ത് വാങ്ങിച്ചുള്ളൂ. കൊണ്ടാട്ടമുളക് വെച്ചോ, കൊണ്ടാട്ടമുളക് ഞാൻ കഴിക്കണം. ഓക്കെ സൂര്യ തിങ്കൾ ബ്രാൻഡ് പ്രൊമോട്ടർ അല്ലേ ഇൻഡസ്ട്രിയുടെ. വേണ്ട വേണ്ട, കുത്തുമുളക് കൂടെ വെച്ചോ, അവിടെ ഉണ്ട്. ഞങ്ങള് സൂര്യ സെലിബ്രിറ്റി സൂര്യയുടെ വീഡിയോ ഉണ്ടാ പറയില്ല. അതാണ് തേജു വയ്ക്കൂ. വേണ്ട വേണ്ട വേണ്ട. പിന്നെ ഞാൻ ആമിപ്പെണ്ണിന് ഇതേ മുടിയൊക്കെ കെട്ടിച്ചു കൊടുത്തു കേട്ടോ. അമ്മ പിന്നെ ഇതായത് തുണികൾ പുറത്തും കഴുകിയിട്ടുണ്ടായിരുന്നു, വേഗം ഉണങ്ങാത്തതൊക്കെ. അപ്പം അമ്മ പോയിട്ട് വേഗം അതൊക്കെ എടുക്കായിരുന്നു കേട്ടോ. അത് കണ്ട് നമുക്ക് അച്ചാച്ചൻ്റെ അടുത്ത് പോകണം. ഗൈസ്, ഞങ്ങൾ നേരെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകാട്ടോ. എന്നിട്ട് അവിടെ നിന്നാണ് തിരിച്ച് കോഴിക്കോട് പോകുന്നത്. അപ്പോൾ പോണേക്ക് മുന്നേ അച്ചാച്ചനൊന്ന് കാണാൻ പോകണം. എന്നിട്ട് പോണേ. ഇത് വെച്ചോ വർഷാട്ടയിൽ. അച്ചാച്ചനെ കണ്ടിട്ട് കുറേ ആയിട്ട്. അപ്പം എന്തായാലും ഇന്ന് പോകാനൊക്കെ മുന്നേ കാണണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അച്ചാച്ച അവിടെ ഉണ്ടായിരുന്നില്ല. കാരണം അച്ചാച്ച എങ്ങോട്ടോ പോയേക്കായിരുന്നു. അപ്പം ഞാൻ ആദർശായിരുന്നു ഇതേ പോയിട്ട് തിരിച്ചു വരികയാണ് കേട്ടോ. അച്ഛമ്മ പണിക്ക് പോയേക്കായിരുന്നു. അപ്പം അച്ചാച്ച മാത്രമേ അവിടെ ഉണ്ടാവാറുള്ളൂ, രാവിലെ സമയത്തൊക്കെ ഉണ്ടാവുക. അച്ചാച്ചനെ കാണാൻ പറ്റിയില്ല, അച്ചാച്ചനെ അവിടെ കാണാനില്ല. അച്ചാച്ചനെ പുറത്തേക്ക് എവിടേക്കോ പോയേക്കാ തോന്നുന്നു. അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരുന്ന സമയത്താണ് മാളും ദേവുട്ടിനെയും കണ്ടിട്ടാ. അപ്പോൾ അവർ ഞാൻ പോവാന്ന് പറഞ്ഞപ്പോൾ അവർ ഇത് എന്നെ അങ്ങോട്ടാക്കാൻ വേണ്ടിയിട്ട് വീടിൻ്റെ അവിടേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇതേ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിട്ട് വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ, ഒരു ചെറിയൊരു ഇറക്കിറങ്ങാൻ വേണ്ടു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ പതുക്കെ നടന്നു വരുമ്പോഴേക്കും അമ്മ ഇതേ എല്ലാ സംഭവങ്ങളൊക്കെ സെറ്റാക്കി കാറിലൊക്കെ വെച്ചു കേട്ടോ. പിന്നെ നമ്മുടെ ആമിക്ക് ഗ്രില്ലിൻ്റെ മുകളിൽ കൂടെ കിടക്കാനേ നല്ല പേടിയാണ്. കാരണം അതിൻ്റെ ഉള്ളിൽ കൂടെ കാല് പോയി. അപ്പോൾ അമ്മ അവളെ എടുത്തിട്ട് പൊന്നൂസിൻ്റെ അടുത്ത് കൊടുത്തു കേട്ടോ. കാരണം മുന്നേ എൻ്റെ അമ്മയ്ക്ക് പട്ടിക്കുട്ടികളൊന്നും ഇഷ്ടം ഉണ്ടായിരുന്നില്ല. അപ്പം എൻ്റെ അമ്മ ആമീനൊക്കെ നോക്കണ കാണുമ്പോൾ ഞാനൊക്കെ അന്തം വിടും ഗൈസ്. കാരണം അമ്മയ്ക്ക് ഞാൻ മുന്നേക്ക് ചെറിയ കുട്ടിയാകുമ്പോൾ എനിക്ക് പട്ടിക്കുട്ടികളെ ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ കൊണ്ടുവരട്ടെ ചോദിക്കുമ്പോൾ അമ്മ വേണ്ട പറയും. പക്ഷെ ഇപ്പം എനിക്ക് ഇഷ്ടമാണ്, അന്നേം കൂടിയിട്ട് എനിക്ക് അധികം അങ്ങോട്ട് സെറ്റാവില്ല. അങ്ങനെ ഇവർ ഞങ്ങളെന്നെ ആക്കാൻ നിൽക്കാറുണ്ട്. അപ്പോൾ കാറൊക്കെ അവിടെ നിന്ന് തിരിച്ചിടണം. നമുക്ക് വീട്ടിൽ കാറ് കയറ്റിടാൻ പറ്റാത്ത കാരണം നല്ല ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളെപ്പോഴും ഈ റോഡ് സൈഡിലാണ് കാറ് വെക്കാറ് കേട്ടോ. ഇവിടെ നിന്ന് പോകുമ്പോൾ എനിക്ക് കരച്ചിലൊക്കെ വന്നു തുടങ്ങി. കാരണം ആളും ഉണ്ട്, അമ്മയുണ്ട്. അപ്പോൾ ഇവർ എനിക്കിങ്ങനെ യാത്രയൊക്കെ പറഞ്ഞിട്ട് ടാറ്റയൊക്കെ പറയുമ്പോൾ ഇങ്ങനെ നെഞ്ചിങ്ങനെ ഇടിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ കരഞ്ഞാൽ മോശമില്ല. അപ്പം ഞാൻ കരച്ചിലൊന്നും കരയാതെ ഇങ്ങനെ സഹിച്ച് പിടിച്ച് നിന്നു കേട്ടോ. കാരണം നമുക്ക് ഇനി വീട്ടിൽ പോയി കഴിഞ്ഞു വെച്ചാൽ വീണ്ടും ഒന്നൊന്ന് സ്റ്റാർട്ട് ചെയ്യണ പോലെ കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇവിടുന്ന് ഇപ്പോൾ കുറച്ച് നാൾ ഇതേ പത്തനംതിട്ടയിലും അവിടെ എല്ലാവരുടെ ഒപ്പം നിന്നിട്ടും പിന്നെ വീട്ടിൽ വന്നിട്ട് അവരുടെ എല്ലാവരുടെ ഒപ്പം നിന്നിട്ടും പിന്നെ അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ എൻ്റെ നെഞ്ചിങ്ങനെ ഇടിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നേക്കാൾ ടെൻഷനായിട്ട് എൻ്റെ അച്ഛനമ്മയ്ക്കും. കാരണം എൻ്റെ പെണ്ണ് കാണലൊക്കെ കഴിഞ്ഞിട്ട് വീട് കാഴ്ച ഉണ്ടല്ലോ, അത് കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ പറഞ്ഞത് വീണ്ടും ചുറ്റോറൊന്നും വീടുകളില്ല, ഒറ്റയ്ക്ക് ഔട്ടാ, അങ്ങനെയൊക്കെ ഒരു പേടി അവർക്കുണ്ടായിരുന്നു. കാരണം ഞാൻ ചെറുപ്പം തൊട്ടേ കണ്ടു തുടങ്ങിയത് എൻ്റെ വീണ്ടും ചുറ്റോറും വീടുകളോ. ഒരു വിളി വിളിച്ചാൽ വിളി കേൾക്കാൻ അവിടെ ചുറ്റോറും ആൾക്കാരുണ്ട്. പിന്നെ ഇടിമിന്നലും അതുപോലെ തന്നെ ഇരുട്ട് കുത്തിയിട്ടൊക്കെ മഴ പെയ്യാൻ തുടങ്ങി കഴിഞ്ഞു വെച്ചാൽ എനിക്ക് നല്ല പേടിയാണ്. അതൊക്കെ എന്നെ അവർക്ക് നന്നായി അറിയണോണ്ട് തന്നെ ഇവർ എൻ്റെ അടുത്ത് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത് എല്ലാവരും ഉണ്ടല്ലോ വീട്ടിൽ. കാരണം അച്ഛനും അച്ചാച്ചനും അമ്മയും ആദർശനും ഇടയ്ക്ക് അമ്മച്ചനും അമ്മമ്മയും വരും, പിന്നെ ദൃശ്യേച്ചിയുണ്ട്. അങ്ങനെ ഒരു വലിയ ഫാമിലി തന്നെയായിരുന്നു എൻ്റെ എൻഗേജ്മെന്റ് കഴിയുന്ന സമയത്ത്. പിന്നെ പകുതിക്ക് വെച്ചിട്ടല്ല ഓരോരുത്തരായിട്ട് ഇങ്ങനെ അച്ഛൻ്റെ മരണം, അതുപോലെ തന്നെ അച്ചാച്ചൻ പിന്നെ വെളിച്ചൻ്റെ വീട്ടിൽ പോയി. പിന്നെ ഞാനും അമ്മയും ആദർശേട്ടനായി കല്യാണം കഴിഞ്ഞ പിന്നെ റീനമ്മയുടെ കല്യാണം കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും മാത്രം. ഇപ്പോൾ ഏതൊരു അമ്മയ്ക്കും അച്ഛനായാലും മക്കളുടെ കാര്യം ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഭയങ്കര ടെൻഷൻ ഉണ്ടാവുമല്ലോ. അത് കാരണം എനിക്ക് ഇവരുടെ മുഖം കാണുമ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് വിഷമമായി തുടങ്ങും. ഇനി അങ്ങോട്ട് നമ്മുടെ ലൈഫ് ഇങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അങ്ങനെ മുന്നോട്ട് പോകുക, അതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എന്തായാലും നമ്മൾ തിരിച്ച് പോകുമ്പോൾ ചേച്ചിയുടെ അടുത്തും കൂടി കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പോണേക്കാൻ മുന്നേ തേജപ്പനും അല്ലൂട്ടനും നമുക്ക് സ്കൂൾ തുറന്നുമല്ലോ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇവർക്ക് പ്രത്യേകിച്ചൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല, മിക്ക സാധനങ്ങളും കൊളാബ് കിട്ടണതാണല്ലോ.
എന്നാലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഓരോന്ന് സംഭവങ്ങളൊക്കെ എടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആമീനെ കാറിൽ വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുപ്പിയൊക്കെ എടുത്തു കേട്ടോ. അതിൽ കുപ്പിക്ക് എന്തോ ഒരു സ്ക്രാച്ച് വന്നപ്പോൾ നമ്മൾ വീണ്ടും വേറെ ഷോപ്പിലൊക്കെ കയറി മറ്റേ കുപ്പി കടലിൽ നിന്ന് തിരിച്ചു കൊടുത്തു. അങ്ങനെ കുറേ ടൈം നമുക്ക് അങ്ങനെ പോയിട്ടാ. പിന്നെ ഇതേ വേണ്ട സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു, ബേക്കറി ഐറ്റംസ്, തേജപ്പന് മിഠായി, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ച് നമ്മൾ കാറിൽ കയറാൻ നിൽക്കുക കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ആമിയാകെ വെയിലത്താണ് വണ്ടി ഉണ്ടായിരുന്നത്. അപ്പോഴാകെ ഭയങ്കര ക്ഷീണിച്ച പോലെയായി. അപ്പോൾ ഞങ്ങൾ വേഗം അവൾക്ക് ഒരു ഐസ്ക്രീമും വെള്ളമൊക്കെ കൊടുത്തുട്ടാ. അത് കഴിഞ്ഞിട്ട് നമ്മളിത് അവളുടെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അവളുടെ വീട്ടിൻ്റെ അടുത്ത് ഇവരൊക്കെ മെയിനായിട്ട് ഇവർക്ക് എന്താണെന്നറിയോ, കുളത്തിൽ പോകണം, കുളിക്കണം, ആദർശനും പൊന്നൂസിനും. അപ്പോൾ ഇതാണ് കേട്ടോ കുളം, ഇവിടേക്ക് വരണം എന്നാണ് ഇവർ മുന്നേ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇവളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ അതിലത്തെ പായലും എല്ലാം കളഞ്ഞ് നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട് വെള്ളം. അപ്പോൾ ഞങ്ങളും ഇടയ്ക്ക് ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ അടിപൊളിയാട്ടോ. ഞങ്ങൾ മുന്നേ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടേക്കാണ് വന്നിടുന്നത്. ചേച്ചിയൊക്കെ ചേട്ടനൊക്കെ മിക്കതും ഇവിടെ നിന്ന് വെച്ചിട്ട് തന്നെ അവരുടെ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഇതേ വീട്ടിലെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു അമ്പലം ഉണ്ടല്ലോ, അപ്പോൾ അതാട്ട് അമ്പലം. പിന്നെ ഇത് ഞങ്ങൾ അവിടെ എത്തി. അപ്പോൾ ഞാൻ ഗേറ്റ് തുറന്നു കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദർശാണ് കാറ് കയറ്റാൻ വേണ്ടിയിട്ട്. ഇവരുടെ ഗേറ്റിൻ്റെ അവിടെ മുന്നേ ഒരു വലിയ കുറ്റി ഉണ്ടായിരുന്നു. അത് കാരണം മുന്നേ ഒന്നും ഞങ്ങൾക്ക് കാറ് കയറ്റുമ്പോൾ എപ്പോഴും മറ്റേ കാറിൻ്റെ എന്തോ സംഭവത്തുമ്പോൾ തട്ടിയിട്ട് ആദർശാണ് കുറച്ച് പണിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അവരതൊക്കെ കട്ട് ചെയ്ത് ക്ലിയർ ആക്കിയതുകൊണ്ട് തന്നെ നമുക്ക് കാറ് വീടിൻ്റെ അകത്തേക്ക് കയറ്റാൻ പറ്റും കേട്ടോ. അങ്ങനെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് വരുമ്പോൾ തന്നെ ഇവളും അതേ വീഡിയോ ഒക്കെ എടുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ തേജപ്പിന് നമ്മൾ വാങ്ങിച്ച ഗിഫ്റ്റൊക്കെ കൊടുത്തുട്ടോ. അവന് സ്കൂളിലേക്ക് ഫുഡ് കൊണ്ടുപോകേണ്ട ഒരു ബാഗും പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് പേപ്പർ, സോപ്പ്, ക്ലേ, കളറിംഗ് ബുക്ക്, അങ്ങനെ എന്തൊക്കെയൊക്കെ ഐറ്റംസ് ആണ് കേട്ടോ. ചെറുപ്പ റേഷൻ വീടിൽ ഓരോ അരിയും ഞാൻ കുറച്ചുകൂടി വേണോ? അത് കളർ നശിപ്പിക്കണ്ട. തിന്നുമ്പോ നമുക്ക് ക്ലേ തിന്നും. എന്റെ നേരത്തിന് മൊത്തം അമ്മ കിട്ടി ദോശമാവ്. കുറച്ചും കൂടി ഇരിക്കുന്നുണ്ട് ദോശമാവ്. പിന്നെ ഞാനും തേജപ്പനും ഇതേ ക്ലേ വെച്ചിട്ട് ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ ആ ക്ലേയുടെ ഒപ്പം തന്നെ ഒരു അച്ച് പോലത്തെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ അതിൽ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്താൽ നമുക്ക് ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ കുറേ നേരം ഞങ്ങൾ അത് വെച്ചിട്ട് ഇങ്ങനെ കളിച്ചിട്ട് ഓരോ കളറിലും ഇങ്ങനെ എയറോപ്ലെയിനിൻ്റെ ഒരു സംഭവമാണ് അവന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഡിസൈനിൽ ഞങ്ങൾ കുറേ ഉണ്ടാക്കി കേട്ടോ. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും അവൻ്റെ ഫ്രണ്ട്സ് വരും കേട്ടോ കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൻ ആ ചങ്ങ ആമയുള്ളതുകൊണ്ട് അവരുടെ മുമ്പിൽ കുറച്ച് സ്റ്റൈലാക്കായിരുന്നു കേട്ടോ. പിന്നെ ഇതാട്ടോ നമ്മുടെ തേജാപ്പിയുടെ ഫ്രണ്ട്സ്, ഇവൻ്റെ ചേട്ടനും ഉണ്ട് കേട്ടോ. അത് പിന്നെ ആ ചങ്ങ ചേട്ടന്മാരി എന്ന് പറഞ്ഞാൽ മരിക്കും കിടന്നിട്ട് ഇവരുടെ ഒപ്പം കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആമീനെ വെച്ചിട്ട് ഇവരുടെ മുമ്പിൽ ഇങ്ങനെ കുറച്ച് നാളാവാണ് അവൻ. അപ്പോൾ ആമി അച്ഛങ്ങ തേജപ്പൻ്റെ അടുത്ത് സെറ്റായിരുന്നു കേട്ടോ. അങ്ങനെ വലിയ അലമ്പൊന്നും കാണിക്കാതെ ഭയങ്കര കൂട്ടായിട്ട് തന്നെ നടന്നു കേട്ടോ. പിന്നെ ഇവർക്ക് അച്ഛങ്ങ കുറച്ച് കിട്ടിയപ്പോൾ ഇവർ ഓറാക്കി തുടങ്ങി. വീണ്ടും ചുറ്റോറും ആമീനെ കൊണ്ട് ഓടിപ്പിച്ചിട്ടേ ആമിയുടെ മേത്തൊക്കെ റോസാപ്പൂവിൻ്റെ മുള്ളു കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. പാവ അതിന് നന്നായി വേദനിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്നിട്ട് അപ്പോഴേക്കും ഞാൻ പിടിച്ച് വെച്ച് പതുക്കെ ഇങ്ങനെ എടുത്തു കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ തേജാപ്പി ഒരു ഷർട്ട് കൊടുന്നു, അവളുടെ ഷർട്ട് ഇട്ട് കൊടുക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഞാനിത് നമ്മുടെ ആമിക്കുട്ടിക്ക് ഷർട്ടൊക്കെ ഇട്ടപ്പോൾ നല്ല രസമുണ്ടായിട്ടാ. വിനീഷാണ്ടും ആദർശാണ്ടൊക്കെ പുറത്ത് പോയേക്കായിരുന്നു കേട്ടോ, സാധനങ്ങൾ വാങ്ങിക്കാനും പിന്നെ കുളിക്കാനൊക്കെ ആയിട്ട്. കുളിക്കാനല്ല, സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാ. അപ്പോൾ അത് കണ്ടപ്പോൾ ആമിയുടെ വിചാരം ആമിക്ക് വാങ്ങിച്ചതാന്ന് വിചാരിച്ചിട്ട് അവൾ വേഗം കവർ ഇങ്ങനെ ചാടി പിടിക്കാൻ നോക്കുക. കാരണം എൻ്റെ അച്ഛൻ അങ്ങനെയാണ് കേട്ടോ, അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ നിറച്ച് വാങ്ങിച്ചിട്ടാണ് വരിക. അപ്പോൾ അവളിങ്ങനെ എന്നേക്കാൾ മുന്നേ ഓടിപ്പോയിട്ട് ഗേറ്റിൻ്റെ അവിടെ കയറി നിൽക്കും ഇങ്ങനെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൾ പാരയെ കണ്ടാലും കയ്യിൽ സംഭവം ഉണ്ടെങ്കിൽ അവളിങ്ങനെ ചാടിക്കൊണ്ടിരിക്കട്ടോ. പിന്നെ ഇതേ പൊന്നൂസും ആദർശാണ്ടും കൂടി വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഷർട്ട് ഇട്ടപ്പോൾ നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശേട്ടൻ പിന്നെ അങ്ങനെ എടുത്ത് കൊഞ്ചിക്കുമല്ലോ. എന്താ കവറിലൊക്കെ ഇട്ടിട്ട് പിന്നെ ഇതേ അവർ കുളിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. ഇപ്പം സമയം ഒരു 6:30 കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കുറേ വട്ടം ഞങ്ങൾ പറഞ്ഞു പോവണ്ട അമ്പലക്കുളമാണല്ലോ, അപ്പോൾ രാത്രിയാകുമ്പോൾ പോവണ്ട, എന്നാലും ഇവർ പോകുന്നൊക്കെ പറഞ്ഞിട്ട് പോയി. കുറേ നേരം കഴിഞ്ഞിട്ടും കാണാനില്ല. അപ്പോൾ ആമി അവരുടെ ഒപ്പം പിന്നാലെ പോയത്. അപ്പോൾ ചേച്ചി പിടിച്ചിട്ട് എങ്ങനെ കൊടുന്നു വെച്ചു കേട്ടോ. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു കേട്ടോ. പിന്നെയാണ് സർപ്രൈസ് ആയിട്ട് അമ്മയും അച്ഛനും വന്നത്. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇവർ വരണ കാര്യം. അപ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്ന വരുന്നില്ല, പിറ്റേ ദിവസം എന്ത് പരിപാടിയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറേ കഴിഞ്ഞ് വൈകിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മയും അച്ഛനും കയറിയത്. അപ്പോഴേക്കും
നല്ല സന്തോഷമായി. അപ്പോൾ നമ്മൾ ഒരുമിച്ച് എല്ലാവരും കൂടിയിട്ട് അങ്ങനെ അടിച്ച് പൊളിക്കാൻ തന്നെ വിചാരിച്ചു കേട്ടോ. പിന്നെ ഇത് അവർ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ആദർശേട്ടനും വിനീഷേട്ടനും എല്ലാവരും കൂടി എത്തിയിട്ടാ. പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കാം, എല്ലാവരും കൂടി ഒരുമിച്ച് ഒന്ന് ചില്ലാക്കാന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ നമ്മുടെ പൊന്നൂസ് ഇതേ ബുൾസയൊക്കെ ഉണ്ടാക്കി നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടാ. കാരണം ചേച്ചി കുറേ നേരം ഉണ്ടാക്കാൻ നോക്കിയിട്ട് സെറ്റ് ആവാഞ്ഞിട്ട് ഇവ ഉണ്ടാക്കിയപ്പോൾ അത് വലിയ സംഭവം പോലെ കേട്ടോ. പിന്നെ ഇതെല്ലാവരും ഇതിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് നിൽക്കാണ്ട്. അപ്പോൾ ഇവർ ഓരോന്ന് പറഞ്ഞ് കളിയാക്കാറുണ്ട് ആദർശേട്ടനും വിനീഷേട്ടനൊക്കെ കൂടിയിട്ട്. വിനീഷേട്ടൻ അങ്ങനെ ഇതാക്കിയില്ല, പക്ഷെ ആദർശേട്ടൻ നന്നായിട്ട് ഇട്ടാക്കും കേട്ടോ. പിന്നെ ഇത് ആമ ഇതേ ഇവിടെ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. അച്ഛൻ ഇതേ ഫ്രൂട്ട്സൊക്കെ മുറിച്ചിട്ട് ഇങ്ങനെ കൊണ്ടു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ ഇതേ അവിടെ ഇരിക്കുന്നുണ്ട്. അമ്മയുടെ മെയിൻ സ്ഥലമാണ് ഇത്. അമ്മ എപ്പോഴും ഇവിടെ ചാരിയിട്ട് ഇങ്ങനെ ഇരിക്കുക ചെയ്യാട്ടോ. പിന്നെ ഞങ്ങളുടെ പണി തുടങ്ങിയിട്ടാണ്. അപ്പോൾ അൽഫാം ഉണ്ടാക്കാനുള്ള പ്ലാനിലാണ്. ഒരു വലിയ ചിക്കനൊക്കെ വാങ്ങിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മേനെ എന്തായാലും പണി ചെയ്യാതെ ഞങ്ങൾ അവിടെ ഇരുത്തിയിട്ടാ. അപ്പോൾ ചേച്ചി അവിടെ ചിക്കൻ പൊരിക്കുന്നുണ്ട്, അൽഫാം ഉണ്ടാക്കേണ്ട പണി എനിക്കാണ് കേട്ടോ. അപ്പോൾ അമ്മ ഞാവൽപ്പഴം ഞാൻ വീട്ടിൽ നിന്ന് കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിങ്ങനെ എടുത്ത് കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാവൽപ്പഴം. പക്ഷേ നമ്മൾ വീടിൻ്റെ അടുത്ത് നിന്നൊക്കെ പറക്കണ സംഭവം ഉണ്ടല്ലോ, അതിന് ഭയങ്കര കറ പോലെ തോന്നാറുണ്ട്. ഇത് പക്ഷെ നല്ല നൈസായിട്ട് നല്ല മധുരമായിട്ട് അധികം കറിയൊന്നും ഇല്ലാതെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ അവളവിടെ ചിക്കൻ പൊരിക്കുന്നുണ്ട്. ഇവളുടെ അവിടെ അങ്ങനെ ലൈറ്റൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവളെങ്ങനെയാണെന്ന് ഭയങ്കരമായിട്ട് ലൈറ്റും, എനിക്കാണ് കൂടുതൽ ലൈറ്റിനോടൊക്കെ ഭയങ്കര ഭ്രാന്ത് കേട്ടോ. ചെറുപ്പം തൊട്ടേ ലൈറ്റൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഡെക്കറേഷൻ ചെയ്യാൻ ഞാനാണ്. ഇപ്പോൾ ഇവള് നല്ല ഭംഗിയിൽ നല്ല സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇവളെ പുതിയ വീടാകുമ്പോൾ അതിനനുസരിച്ച് നല്ല ഭംഗി ഉണ്ടാവുമല്ലോ. പിന്നെ ഇവളാച്ചൻ നന്നായി മെയിൻറ്റെയിൻ ചെയ്യും കേട്ടോ. ഇവൾക്ക് ഞാൻ എപ്പോഴും പറയും ഇവൾക്ക് OCD എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന്. കാരണം ഇവളിങ്ങനെ ഭദ്രകാളി പോലെ ഇങ്ങനെ ഔട്ടോ വല്ലതും പരത്തി എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെച്ചാൽ തേജപ്പിനൊക്കെ അവളെടുത്ത് ഇങ്ങനെ എയറിലിടും ഇങ്ങനെ. പക്ഷെ തേജപ്പ അങ്ങനെ ചെറുപ്പം തൊട്ടേ അങ്ങനെ ശീലിച്ച കാരണേ ഇവൻ ഫുഡൊക്കെ കഴിച്ചാൽ ഇങ്ങനെ മറ്റൊന്നും നിലത്ത് വീഴാതെ രീതിക്ക് നല്ല ക്ലീനായിട്ട് കഴിക്കും. കാരണം ചെറുപ്പം തൊട്ടേ അങ്ങനെ ശീലിച്ച കാരണം കേട്ടോ. പിന്നെ ഞങ്ങൾ യൂട്യൂബൊക്കെ നോക്കിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ അവളവിടെ ചിക്കൻ പൊരിക്കുക, ഞാനപ്പോൾ അൽഫാമിന് വേണ്ട വെളുത്തുള്ളി ഇഞ്ചി അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടല്ലോ ഒക്കെ നന്നാക്കി എല്ലാം വെക്കായിരുന്നു കേട്ടോ. ഗൈസ്, അപ്പോൾ ഞങ്ങൾ അൽഫാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അൽഫാമല്ല പെരിപ്പിരി എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബ് നോക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിത് അവൾക്ക് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കി കൊടുക്കുകയാണ്. അവളവിടെ ചിക്കൻ പൊരിക്കാണ് കേട്ടോ. ഇവിടെ യൂട്യൂബൊക്കെ നോക്കിയിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അങ്ങനെ വെളുത്തുള്ളിയുടെ തൊലി കളയാൻ നിന്ന് ഞാൻ ലാസ്റ്റ് അൽഫാം ഫുള്ളായിട്ട് ഉണ്ടാക്കേണ്ടി വന്നു കേട്ടോ. പിന്നെ അവളിതേ ചിക്കൻ പൊരിക്കാൻ കേട്ടോ. പിന്നെ അവളെന്ത് പറയണോണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത് കേട്ടോ. കാരണം എനിക്ക് ചെറുപ്പം തൊട്ടേ അങ്ങനെ വിളിച്ചിട്ടേ ശീലമായിപ്പോയി. നിങ്ങൾക്കും ഉണ്ടാവില്ലേ നിങ്ങളുടെ ഇപ്പോൾ ചേച്ചി ഉണ്ടെങ്കിൽ? ഞങ്ങൾ തമ്മിൽ 3 വയസ്സിന് ഡിഫറൻസ് അല്ലേ. എങ്കിൽ കൂടിയിട്ട് ഞാൻ അവളെ ചേച്ചി എന്ന് വിളിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. എന്തോ ഒരു ഇതാണ്. ഞാനങ്ങനെ ചേച്ചി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് തോന്നും. കാരണം ചെറുപ്പം തൊട്ടേ അങ്ങനെ പറഞ്ഞോണ്ടേ. അപ്പം നിങ്ങളത് അങ്ങനെ വിചാരിച്ചാൽ മതി കേട്ടോ. പിന്നെ ഇതാ ഞങ്ങളിതേ ഓരോരോ പണിയുള്ള ഞാൻ കേട്ടോ. അപ്പോൾ വിനീഷേട്ടൻ വന്നിട്ട് ഇടയ്ക്ക് ഇവർ മുകളിൽ ഭയങ്കര പാട്ടൊക്കെ വെച്ചിട്ട് ഭയങ്കര ഡാൻസ് ആയിരുന്നു. വിനീഷേട്ടൻ, ആദർശേട്ടൻ, പൊന്നൂസ്, പിന്നെ വിനീഷേട്ടൻ്റെ ഒരു കസിൻ വന്നിട്ടുണ്ടായിരുന്നു. ഇവരവിടെ മുകളിൽ, ഞങ്ങളിത് ഇവിടെ ഓരോ കുക്കിങ്ങിലാണ് കേട്ടോ. Tamil BGM. പിന്നെ വിനീഷേൻ്റെ അച്ഛനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛനും വിനീഷേൻ്റെ അച്ഛനും കൂടിയിട്ട് ഫുഡ് കഴിച്ചു. പിന്നെ വിനീഷേൻ്റെ അച്ഛനൊക്കെ മുകളിലാട്ടോ. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ ഫുഡ് അടിക്ക് കഴിഞ്ഞപ്പോൾ സോഫയിൽ അങ്ങനെ കിടന്നു തുടങ്ങിയിട്ട് ഞാനും അമ്മയും ചേച്ചിയൊക്കെ ഉമ്മറത്ത് ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ആദർശേട്ടനും പൊന്നൂസ് അവർ കസിൻസൊക്കെ അവർ മുകളിലിരുന്ന് ചെക്കന്മാരെല്ലാവരും കൂടിയിട്ട് വർത്തമാനം പറഞ്ഞിങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാറായിട്ടോ. പിന്നെ അത് അൽഫാം ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ മയോണൈസ് ഉണ്ടാക്കണമെങ്കിൽ ആദർശേട്ടനെ കിട്ടണം. അപ്പോൾ ആദർശേട്ടൻ മുകളിലാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഉമ്മറത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ തേജാപ്പി നമ്മുടെ ആമീനെ പോയിട്ട് തോണ്ടി വിളിക്കാൻ കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാ സംഭവം സെറ്റാക്കി ഇനി ആദർശേട്ടനെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ
കേട്ടോ. ആദർശേട്ടനാ ഞങ്ങൾ പൊന്നൂസിനോ കിട്ടിയാൽ മതി മയോണൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചേച്ചി ഇതേ ഫുഡൊക്കെ സെറ്റാക്കിയിട്ട് മുകളിൽ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചിരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇതേ ഇവർ വന്നിട്ട് ഇതേ ഉമ്മർത്ത് വന്നിരിക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ ആദർശേട്ടൻ്റെ അടുത്ത് വിളിക്കാൻ കേട്ടോ, ആദർശേട്ടാ വിശക്കുന്നുണ്ട്, മയോണൈസ് ഒന്നും ഉണ്ടാക്കി തായോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വിളിക്കുമ്പോൾ ആദർശേട്ടൻ്റെ മടി, ഇവർക്ക് ഇങ്ങനെ എല്ലാവരും കൂടി കാണുമ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചിരിക്കല്ലേ. അപ്പോൾ തേച്ചപ്പനെ കളിപ്പിച്ചിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് ഇവരിങ്ങനെ ഇരിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ആദർശേട്ടനെ കിട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് ഉണ്ടാക്കുമ്പോഴും ഞങ്ങൾക്ക് നൈസ് പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. മയോണൈസ് ഉണ്ടാക്കുമ്പോൾ ഓയിലിന് പകരം ഞാൻ വെളിച്ചെണ്ണ എടുത്ത് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അത് കുറച്ച് എന്താ പറയുക, അങ്ങനെ വെള്ളം പോലെ ആയിട്ടേ കുറേ നേരം നമ്മൾ അതിൻ്റെ മുകളിൽ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ നമ്മുടെ പൊന്നൂസും ആദർശനും കൂടിയിട്ട് അത് റെഡിയാക്കി എടുത്തുട്ടോ. നമ്മൾ കുറേ മുട്ട പൊട്ടിച്ചാക്കിയും ആദ്യം വെളിച്ചെണ്ണയും മുട്ടയും കൂടിയിട്ട് ആക്കിയപ്പോൾ അതാകെ ലൂസ് പോലെ. എന്നിട്ട് നമ്മളതെടുത്ത് കളഞ്ഞു. എന്നിട്ട് വീണ്ടും ഓയിലിൽ ഒന്നിടുന്ന് തൊട്ടിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ലാസ്റ്റ് അത് എങ്ങനെയൊക്കെയോ സെറ്റാക്കി. പിന്നെ നമ്മൾ മോളിക്ക് പോകാനുണ്ടോ, മുകളിലാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നത്. അപ്പോൾ ചേച്ചി കുറച്ച് നേരമായി മോളിക്ക് പോയിട്ട് അവിടെ എല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ നമ്മളെല്ലാവരും കൂടിയിട്ട് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ നമ്മുടെ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ നമ്മൾ കുറേ വർത്താനൊക്കെ പറഞ്ഞിരിക്കില്ല. അപ്പോൾ ഞാൻ ഫുൾ ടൈം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് മറന്നു പോകും. അങ്ങനെ ഞങ്ങളുടെ ചപ്പാത്തിയും അതുപോലെ തന്നെ അൽഫാമും മയോണൈസും ഒക്കെ കൂടിയിട്ട് ഫുഡ് കഴിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ ആണ്. പിന്നെ ഫുഡ് അടിക്ക് കഴിഞ്ഞിട്ട് നമ്മൾ താഴെ ചെന്നു കേട്ടോ. താഴെ ചെന്നിട്ട് ഇതേ പാത്രങ്ങളൊക്കെ കഴുകാണ്ട്. അപ്പോൾ പൊന്നൂസ് അവിടെ എന്താ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവണില്ല. അവൻ എന്താ പാത്രം കഴുകാണോ കൈ കഴുകണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് സുഖമായിട്ട് ഉറങ്ങണം. അപ്പോൾ ഇതേ ഞാൻ, അമ്മ, അച്ഛൻ, ചേച്ചി ഒക്കെ കൂടിയിട്ട് ഈ റൂമിലോട്ട് കിടക്കണേ. ചെക്കന്മാരെല്ലാവരും കൂടിയിട്ട് അപ്പുറത്തെ റൂമിലും. അപ്പോൾ നമ്മൾ താഴത്ത് പുല്ലായി കൂട്ടിട്ട് അങ്ങനെ കിടക്കണം. അപ്പോൾ ആമി അച്ഛൻ അമ്മയുടെ ഒപ്പം വന്നിട്ട് കിടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഇതേ ഉറങ്ങാൻ പോകാനുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.